ഹലോ അസ്സാമു അലൈക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്. അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. പിന്നെ രസമായിട്ട് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിരുന്നു. എന്നാൽ അതൊരു ഷോപ്പിംഗ് വ്ളോഗാക്കാമെന്ന് കരുതി. ഞാനും ഇക്കയും ഇക്കാൻ്റെ അനിയനും വൈഫും മക്കളും ആണ് പോകുന്നത്. അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈവനിങ് ഒരു 5 o'clock ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത്തവണ ഞങ്ങൾ നിലമ്പൂരിലേക്കാണ് പോകുന്നത്. ഈ റൂട്ടിലേക്ക് അങ്ങനെ വരാറില്ല. കൂടുതലും മഞ്ചേരി റൂട്ടിലേക്കാണ് പോവാറ്. നിലമ്പൂർ എത്തിയപ്പോൾ മിലൻ എന്നൊരു ഷോപ്പ് കണ്ടു. നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഡിസ്പ്ലേയിൽ കണ്ട് അവിടെ ഇറങ്ങിയതാണ്. കണ്ടിട്ട് പുതിയ ഷോപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ഈദ് ആവാൻ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അതിൻ്റേതായ റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ കരുതിയിട്ടില്ല. അവൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് ഇക്ക പറഞ്ഞു എന്നോട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഡ്രസ്സ് കിട്ടിയത്. ഇവിടുത്തെ റേറ്റ് ആണെങ്കിൽ റീസണബിൾ റേറ്റ് ആണ്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് മുതലേ വീഡിയോ എടുത്ത് ഈദ് ഷോപ്പിംഗ് വ്ളോഗ് ഷെയർ ആക്കണം എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിൽ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം നോക്കുമ്പോൾ ഈ പെരുന്നാളിന് സിൽവർ സെറ്റാണ് ട്രെൻഡ് എന്ന് തോന്നുന്നു. അവിടെ കുറേ ഡിസൈൻസും കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾക്ക് കംഫർട്ടബിളായി തോന്നിയത് ഗൗണാണ്. പിന്നെ സൽവാറുകളൊക്കെ ഞങ്ങൾ മാരേജ് ഫംഗ്ഷനെ യൂസ് ആക്കലുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഈ ഗൗണിൻ്റെ ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. സൽവാർ സെറ്റിൻ്റെ ഏരിയയിലേക്ക് ഞങ്ങൾ പോയി നോക്കി. കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഗൗൺ ടൈപ്പ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തായിരുന്നു. അവിടുത്തെ കസ്റ്റമർ ഡീലിംഗ് ആണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും അവർ എടുത്ത് തരുന്നുണ്ട്. കാണുമ്പോൾ ഏതാ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഗൗണിൻ്റെ അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഗൗണിൽ തന്നെ 2 പീസ് വരുന്നുണ്ട്. ഗൗണും അതിൻ്റെ കൂടെ ഷോളും വരുന്നുണ്ട്. ഹെവി ആയിട്ടും ലൈറ്റ് പാർട്ടി വെയറൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ല സിൽവാർ സെറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മോഡലുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പേരുകളൊക്കെ മറന്നു പോയി. പിന്നെ പാകിസ്ഥാനി സൂട്ട് അങ്ങനത്തെ പല ടൈപ്പുകളുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാണ്. അവിടെയും കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മെയിനായിട്ടും പർദ്ദകളാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി താഴേക്ക് പോവുകയാണ്. കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് അവരില്ലാത്ത സമയത്താണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ടും പർദ്ദകൾ, 3 പീസ്, നൈറ്റി, അതേപോലെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ ഇപ്പോൾ റയ്യൂന് നല്ല ആവേശമാണ്. അവർ നല്ല ഹാപ്പി ആയിട്ട് അതിനൊക്കെ ഓടി നടക്കുകയാണ്. പിന്നെ ഇക്കാൻ്റെ അനിയനും കട്ട പോസ്റ്റിങ്ങിലാണ്. ഇനി ഞാൻ ഇവിടുത്തെ പർദ്ദൻ്റെ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറൈറ്റി കളേഴ്സും മോഡലുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇൻഷാ അല്ലാ ഇനി പർദ്ദ വാങ്ങിക്കുമ്പോൾ ഈ ഷോപ്പിൽ തന്നെ വരണമെന്നാണ് ഞാൻ കരുതുന്നത്. ജെൻസിനും കുട്ടികൾക്കുള്ള ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല. ലേഡീസിന് മാത്രമേ ഉള്ളതേ ഉള്ളൂ. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന അന്നാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ്. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഞാൻ ഓൾറെഡി അവിടെ വേറെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലമ്പൂരിൻ്റെ അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വരാൻ എന്തായാലും നഷ്ടമാവില്ല. കാരണം അത്രയ്ക്ക് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. പ്രൊമോഷൻ്റെ ഭാഗമായി പറയാനില്ല കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്യാണ്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഡ്രസ്സിൻ്റെ അങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ടീനേജ് ഗേൾസിനൊക്കെ പറ്റിയ ചെറിയ ചെറിയ ടോപ്സൊക്കെ ഞാൻ കണ്ടു. ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പലതരം വെറൈറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഡിസ്പ്ലേയിൽ കണ്ട ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൻ്റെ ഒരു പീസ് ഷോപ്പിലുണ്ടായിരുന്നു. ഏതാ ഡ്രസ്സ് എന്നുള്ള ഞാൻ ഈദ് ബ്ലോഗിൽ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ലേറ്റായി, രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഇക്കാക്കുള്ള ഡ്രസ്സ് പുറത്തെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാ ഇനി പെരുന്നാളിന് കാണിച്ചു തരാം.
അനിയൻ്റെ മോക്ക് തൊട്ടിത്തുണി വാങ്ങാൻ ബേബി ഹഗ് എന്ന ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ അത് അവിടെ അവൈലബിൾ അല്ല. ബേബീസിന് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്, നിങ്ങൾക്കും കൂടി കാണാമല്ലോ എന്ന് കരുതി. അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു കുട്ടികളുടെ ലോകം തന്നെയാണ്, കാരണം അത്രയ്ക്ക് പ്രൊഡക്റ്റ് ഉണ്ട് അവിടെ. പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ്, ചപ്പൽസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, കാരണം റേറ്റും അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പിന്നെ നിങ്ങളെ ഈദ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റാണ് നമുക്ക്, കാരണം മഴയ്ക്ക് മഴയും വെയിലിന് വെയിലൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. എടവണ്ണെത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസമായിരുന്നു. അതിൻ്റെ ആഘോഷം അവർ തകൃതിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. പൂത്തിരിയൊക്കെ കത്തിച്ച് പടക്കം പൊട്ടിച്ച് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി പോയി. ഞങ്ങൾ പ്ലേറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഫാൻസി ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ആക്കാറില്ല, അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് മൈലാഞ്ചി അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഈദിൻ്റെ കുഞ്ഞു ഷോപ്പിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ വാല്യുബിളായിട്ട് കമൻറ്റ് എഴുതി അറിയിക്കാനും മറക്കരുത്. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റ് ആവുന്നുണ്ട്. മാക്സിമം ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് റെയ്യൂന് വാങ്ങിയൊരു പുതിയൊരു ടോയ് ആണ്. അപ്പോൾ അവന് ഫസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം, അതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളെയാണ് പെരുന്നാൾ. അപ്പോൾ ഈദ് വ്ളോഗുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.